ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇത്താൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഇത്താൻ്റെ ചെറിയ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് അടുത്താണ് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്താട്ടോ വീട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലോ, അപ്പോൾ നമുക്കൊന്ന് വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്നേ. ഇക്കപ്പോൾ നേരത്തെ കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ, നമുക്കും പോകാമെന്ന് വെച്ച് ഞാനും വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴയ്ക്ക് മൂടിലൊക്കെ ഉണ്ട്, പെയ്യോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പിള്ളേരൊക്കെ താഴത്ത് കളിക്കാൻ പോയിട്ടുണ്ട്. രണ്ടുപേര് വേറെ സ്ഥലത്താണ് കളിക്കാൻ പോയത്. അപ്പോൾ അവന്മാരൊന്ന് കയറി നോക്കണം. പിന്നെ ഇച്ചുവിനെ പള്ളിപ്പറമ്പിൽ നിന്ന് വിളിക്കണം കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയിട്ട് പള്ളിപ്പറമ്പിലോട്ട് കയറി പോവുകയാണേ. ഞങ്ങളിപ്പോൾ ഒത്തിരി ആയിട്ട് പോയിട്ട് ഇപ്പോൾ കുറേ തിരക്കും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ പോവാറേ ഇല്ല കേട്ടോ. അതിലിടയ്ക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പാത്തിനും കൊണ്ടുപോകും, അല്ലെങ്കിൽ രാവിലെ പണിയില്ലാന്ന് തീർത്തിട്ട് അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഒരേ പോക്ക് പോയി. പിന്നെ ഉമ്മാക്ക് വയ്യാണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ കൂടുതലും രാവിലെ പണിയില്ല ഏറെക്കുറെ തീർത്തിട്ട് രാവിലെ പോകും. പിന്നെ കച്ചവടം കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ വിളിച്ച് ഒന്നിച്ചാണ് കേട്ടോ വരാറ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി. ഇനി ഇച്ചുവിനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വേണേ പോകാനായിട്ട്. അപ്പോൾ ഇപ്പം ക്യാമറ ഓൺ ആക്കിയിട്ട് എന്നെ അധികം ഒന്നും കാണിച്ചേക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത്രയും ഫുള്ള് ഞാൻ എടുത്തിട്ട് ഇനി എങ്ങനെ ഞാൻ കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പാത്തുവിനെ മുറ്റത്ത് പോലും വലുതായിട്ടൊന്നും ഇറക്കാറില്ല കേട്ടോ. പുള്ളി വീട്ടിൽ തന്നെ അങ്ങനെ ഇരിക്കില്ല. അതാണ് മെയിനായിട്ട് പോകാമെന്ന് വെച്ചത്. കാരണം എങ്ങോട്ട് ഇറങ്ങാതെ അങ്ങനെ വീട്ടിൽ ചടഞ്ഞു കൂടി ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ദയിച്ചു വന്നിച്ചത്. അപ്പോൾ പെങ്ങൾക്ക് മിഠായി മേടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളെ കട കണ്ടപ്പോൾ മിഠായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട്. അപ്പോൾ നമ്മൾ തൊട്ട് താഴെയായിട്ട് സ്റ്റുഡിയോയും മാക്സും വന്നിട്ടുള്ളത്. ഇത് വരുന്നതിന് മുന്നേ ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ, പോയി കാണാനും മേടിക്കാനൊക്കെ. വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പോക്കേ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാൾ സമയത്തൊക്കെ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്താൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത്ത അച്ചാറിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ ഇരിക്കില്ല, ഞാനും കുറച്ച് അരിഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഞാനും കൂടെ അരിയാൻ കയറിയിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അച്ചാറിൻ്റെ ഇപ്പോൾ ബിസിനസ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓർഡറൊക്കെ എല്ലാ സ്ഥലത്തൊക്കെ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബൾക്കായിട്ടുള്ള ഓർഡറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ ഞാൻ അരിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങളെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഇത്താടെ വണ്ടിക്ക് എന്തോ പണിയാണെന്നും പറഞ്ഞു. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ഇക്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ആക്കിയിട്ടൊക്കെ പോയിട്ടാ. ഫിറോസിനെ ബസ്സിനോട് കളിക്കുന്നോടന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവന്മാരിപ്പോൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല, നേരെ വീട്ടിലോട്ട് പോയെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങോട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ അരിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. സന്ധ്യയൊക്കെ ആയി, എന്തായാലും 8 മണി കഴിഞ്ഞിട്ടുണ്ടായി ഞങ്ങളൊന്ന് പോയപ്പോൾ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് ഒച്ചയിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. പതുക്കെ ആയിട്ട് പറയുന്നത്. രാത്രി നമുക്ക് ഒരുപാട് ഒച്ചയായിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒച്ചയിലൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായി. ഞങ്ങളപ്പോൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. കാരണം ഒത്തിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കഴിച്ചിട്ടില്ല. പാത്തുവാണെങ്കിൽ ഉറക്കം വന്നിട്ടുള്ള അലമ്പും തുടങ്ങിയിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടെ കൊടുക്കാൻ വേണം കേട്ടോ. കുറേ താമസിച്ച് വണ്ടിൻ്റെ പണി എന്തോ ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേഗം എവിടെ ഇറങ്ങുന്നില്ല, പെട്ടെന്ന് വീട്ടിലോട്ട് പോവുകയാണേ. പിന്നെ ഈ വീഡിയോ ശനിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണിത് അപ്ലോഡ് ചെയ്ത് കിട്ടുന്നത് എനിക്കറിയത്തില്ല. മിക്കവാറും ചിലപ്പോൾ ഞായറാഴ്ച ആയിരിക്കും കിട്ടുന്നത്. കാരണം നമുക്ക് ഞായറാഴ്ചത്തെ വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. നമുക്ക് വെള്ളം വരുന്ന ദിവസമാണ് കേട്ടോ. ശനിയാഴ്ചയാണ് വെള്ളം വരുന്നത്. പിന്നെ നമുക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞായറാഴ്ച ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഇടയിൽ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കിട്ടുന്ന സമയമൊക്കെ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ടൗണിൽ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഴയ്ക്ക് ചെറിയ മൂടലൊക്കെ ഉണ്ട് കേട്ടോ. ഇക്കാക്കും എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ രാത്രി ഇങ്ങനെ കാറിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ പകൽ വലിയ സുഖം ഉണ്ടാവില്ല, പക്ഷേ രാത്രി ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലെ അങ്ങനെ പോയിട്ട് മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും. പിന്നെ നമ്മളിവിടെ തൃശ്ശൂരൊക്കെ പോകുമ്പോൾ രാത്രി പോക്കില്ലല്ലോ, എപ്പോഴും രാവിലെയൊക്കെ ആണല്ലോ പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിലും നമ്മൾ പരമാവധി സന്ധ്യയ്ക്ക് മുന്നോട്ട് എത്താൻ വേണ്ടി നോക്കും. അതുകൊണ്ട് രാത്രി വരെ വന്ന് ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ. ആങ്ങളയുടെ നിശ്ചയമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങളിതുപോലെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഇവിടെ വന്നു. ആ പ്രാവശ്യം ഞങ്ങൾ രാത്രിയിൽ വരവുണ്ടായിരുന്നുള്ളത്. എന്താ രാത്രി പോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം സ്കൂൾ അവധിക്ക് പോകുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഓണാവധിയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഒത്തിരി നാളായി. ഞങ്ങൾ 3 പേര് ഒന്നിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ ആങ്ങളുടെ ഒരാളുടെ മിസ്സിങ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരെല്ലാവരും നിൽക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ എൻ്റെ ആയിരിക്കും കുറവുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളപ്പോൾ പോകാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. എന്തായാലും എപ്പോഴാണ് പോകുന്നത് അന്നേരം എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എന്തായാലും എടുക്കണം കേട്ടോ. അപ്പോഴേക്കും 1000 സബ്സ്ക്രൈബേഴ്സും ഫുള്ളായി, വാച്ചേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്നതാട്ടോ എൻ്റെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കണ്ടേ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര ഇരുട്ടാണ്. നമ്മൾ ആ മുറ്റത്തിൻ്റെ അവിടെ നിന്നിട്ടേ ലേറ്റ് ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഫ്ലാഷൊക്കെ ഓണാക്കി ലേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നോക്കി നടന്നില്ലെങ്കിൽ ഫോൺ ഒരു വഴിക്കും ഞാനൊരു വഴിക്കും കിടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, രാവിലെ ഒരു വീഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പതുക്കെ ഇറങ്ങുന്നുള്ളത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, പോവുക, വല്ലതും കഴിക്കുക, കിടക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. കാരണം പിള്ളേർ രണ്ടുപേരും ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അത്രയും താമസിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിട്ടോ താമസിച്ചപ്പോൾ. അങ്ങനെ ഞങ്ങൾ ചെന്ന് കഴിച്ച്. അപ്പോൾ ഒരുത്തി കാക്കമാരെടുത്ത് വന്ന് കിടക്കുകയാണ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടന്ന് കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ല. വന്ന് നോക്കിയപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. റോസിൽ അയലെല്ലാം പാടി കിടത്തി ഉറക്കാൻ വേണ്ടി കിടക്കുമായിരുന്നേ. അങ്ങനെ 2 കട്ടിലൊക്കെ അടുപ്പിച്ചിട്ടിട്ടാട്ടോ പിള്ളേർ കിടക്കുന്നത്. അതിൻ്റെ മണ്ടയിൽ ബ്ലാങ്കറ്റും വിരിച്ച് അതിൻ്റെ മുകളിൽ പുതപ്പ് വിട്ട് അത് ഫുള്ള് സെറ്റപ്പിലാട്ടോ കിടക്കുന്നത്. അത്ര തണുപ്പ്. നമ്മൾ തണുപ്പാണെങ്കിൽ അതുപോലെ തണുപ്പ്, ചൂടാണെങ്കിൽ അതിൻ്റെ ഇരട്ടി
ചൂടാണ് കേട്ടോ നമ്മളിവിടെ. പിന്നെ നമ്മളിവിടെ പൊക്ക പ്രദേശമൊക്കെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ചൂടും കാര്യമൊക്കെ. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ ഉള്ളത്. അങ്ങനെ എല്ലാ കുത്തിമറിച്ചിലും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റുന്നില്ലേ. ഫസ്റ്റിലപ്പോൾ ഇവിടുത്തെ രണ്ടുപേരെ തല്ലുകൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കിടക്കാമെന്നും പറഞ്ഞ് ദിവാങ്കോട്ടെ പുറപ്പായിട്ട് പോയിരിപ്പുണ്ടേ. ഉപ്പ ഇപ്പോൾ കട്ടിലേ കിടക്കാറില്ല കേട്ടോ. ഉപ്പ ദിവാങ്കോട്ടയിലേ കിടക്കാറുള്ളത്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ സമയം തൊട്ട്, ഞാൻ വന്ന കാലം തൊട്ടേ എനിക്ക് തോന്നുന്നു ദിവാങ്കോട്ടെ തന്നെയാണ് കിടക്കാറ് കേട്ടോ. കട്ടിലേ കിടക്കാറില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടെന്ന് പറയും കട്ടിലേ കിടക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ കിടന്ന് കണ്ടിട്ടില്ല കേട്ടോ. എപ്പോഴും ദിവാങ്കോട്ടെ തന്നെയാണ്. അപ്പോൾ പിള്ളേർ കൂടുതലും ആദ്യമൊക്കെ ഞങ്ങളുടെ കൂടെ റൂമിൽ കട്ടിലേലായിരുന്നു. പിന്നെ അല്ലുപ്പാത്തിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ കൂടെ കിടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് കട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അതിൽ കിടക്കും, പിള്ളേരും എനിക്ക് ഒന്നിച്ചെടുക്കും. അങ്ങനെയായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. പണ്ടും കട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ കട്ടിലേ കിടക്കാറില്ല കേട്ടോ. ഞങ്ങൾ കൂടുതലും കട്ടിൽ ചിരിച്ച് വെച്ചിട്ട് നേരത്തെ ബ്ലാങ്കറ്റ് എല്ലാം വിരിച്ചിട്ട് ഒന്നിച്ചാട്ടാണ് കിടക്കാറുള്ളത്. രാവിലെ എണീക്കുമ്പോൾ ഇച്ചിരി മെനക്കേടുണ്ട്. പുറപ്പെല്ലാം എടുത്ത് മടക്കിയാലും എന്നാലും കുഴപ്പമില്ല. എല്ലാവരും ഒന്നിച്ച് കിടക്കുമ്പോൾ രസമാണല്ലോ. ആ ഒരു വൈബ് ഇപ്പോഴും വീട്ടിൽ പോകുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും നിലത്ത് കിടക്കുകയുള്ളൂ. കട്ടിലുണ്ടെങ്കിൽ കട്ടിലേ കിടക്കത്തില്ല. കട്ടിൽ ചിരിച്ചങ്ങോട്ട് വെക്കും സ്ഥലമില്ലെങ്കിൽ. എന്നാലും ഞങ്ങളാരും കട്ടിലേ കിടക്കില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ള സ്ഥലത്ത് ഒന്നിച്ചങ്ങോട്ട് കിടക്കണ്ടോ. എന്തൊക്കെ പറഞ്ഞാൽ നല്ലൊരു രസമാട്ടോ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുമ്പോൾ. എന്തായാലും പ്രാവശ്യം വീട്ടിൽ പോകുമ്പോൾ ഞാൻ എന്തായാലും മാക്സിമം നമ്മളവിടുത്തെ എല്ലാം ഒന്ന് കാണിച്ച് തരാവേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ വീഡിയോ കൂടെ ഏറെക്കുറെ തീരാനായിട്ടുണ്ട്. പുതിയ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീട്ടിൽ പിന്നെ കാണാം. ബൈ ടാറ്റാ.